ഈ കാണുന്ന പോലെ പല്ലിൽ കറയുള്ളവരെല്ലാം സിഗരറ്റ് വലിക്കുന്നവരാണോ? പല കാരണങ്ങളുണ്ട് വായിൽ സ്റ്റെയിൻസ് പിടിക്കാൻ വേണ്ടി. അതിലൊരു കാരണം മാത്രമാണ് സ്മോക്കിംഗ്. ഈവൻ എക്സസീവ് ഡ്രിങ്കിങ് ഓഫ് ടീ ആൻഡ് കോഫി ഓൾസോ നമുക്ക് വായിൽ സ്റ്റെയിൻസ് വരാൻ കാരണമാകുന്നു. ഇങ്ങനെയുള്ള സ്റ്റെയിൻസിനെ സർഫസ് സ്റ്റെയിൻസ് എന്നാണ് പറയുന്നത്. ഇതൊരു പ്രൊഫഷണൽ ക്ലീനിങ് അല്ലെങ്കിൽ സ്കെയിലിംഗ് വഴി നമുക്ക് റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി വേറൊരു ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ഉണ്ട്, ഇൻറ്റേർണൽ സ്റ്റെയിൻസ്. ഈ സ്റ്റെയിൻസ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇപ്പോൾ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിലോ, ഈ ആലപ്പുഴ സൈഡിലുള്ളവർക്കൊക്കെ നോക്കിയാൽ കാണാം ഈ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അവർക്കപ്പോൾ വായിൽ ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ സ്റ്റെയിൻസ് കാണാറുണ്ട്. ഇനി അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവർ, പിന്നെ ഈ ടോണിക്ക് സിറപ്പിനകത്തൊക്കെ കുറച്ചൊക്കെ അയൺ കണ്ടൻറ്റ് ഉള്ളത് കുടിക്കുന്നവർക്കും ഈ ടൈപ്പ് ഓഫ് സ്റ്റെയിൻസ് കാണാം. പക്ഷേ ഇതിനൊന്നും നോർമൽ ക്ലീനിങ് കൊണ്ട് നമുക്കിതിനെ മാറ്റാൻ സാധിക്കത്തില്ല. അതിന് കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്റ്റെയിനും ഒരേപോലെ അല്ല. അപ്പം നിങ്ങളുടെ പല്ലിൽ സ്റ്റെയിൻ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അതിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക.